കളവൻ സപ്പോർട്ട് ചെയ്യുന്നു ക്രിമിനൽസിനെ. ആളിക്കുഴിച്ച് കിടന്നതാണ്, ആളിക്കുഴിച്ച് ഇതേപോലെ തന്നെ കിടന്നത്. മുക്ക് മുരച്ച് പറിച്ച് കഴുകി, ഇതേപോലെ കഴുകി വെച്ചിരുന്നത്. ഒരു പെയിന്റ് പോലും കഴിക്കാതെ ഇനി വന്നതാ, ഒരു പെയിന്റ് പോലും കഴിക്കാതെ. ഒരു പെയിന്റ് പോലും കഴിക്കാതെ ഈ വന്ന്. ഒരു മുറി കൊടുക്കുന്നവരും പെയിന്റ് അടിച്ചാ കൊടുക്കുന്നത് വൃത്തിയായിട്ട്. പെയിന്റ് പോലും കഴിക്കാതെ ചുമ്മാതെ കഴുകി തന്നതാ. കിളവനിപ്പം ക്രിമിനൽസിന്റെ കൂടെ പോയി സുഖമായിട്ട് കാറ്റ് വാങ്ങിച്ചോണ്ട് കിളവൻ ക്രിമിനൽസിന്റെ കൂടെ പോയി സുഖമായിരുന്നു. കൊള്ളാമല്ല കിളവന്റെ സുഖമാണ്. വാടക വാങ്ങിച്ചോണ്ട് സുഖം എടുക്കുന്നു, വാടക ഡിപ്പോസിറ്റ് എല്ലാം വാങ്ങിച്ചോണ്ട്. വെട്ടയിലോട്ടും വാഴയോട്ടും വയ്യലോട്ടും എല്ലാം വൈറ്റയിലോട്ട് അടിക്കില്ലയോ, ഗ്ലാസ് ഒഴിക്കും, ലേസെല്ലാം അടിച്ചു വിടുന്നു. എന്താ പറയുന്നത് വൈറ്റയിലോട്ടെല്ലാം അടിക്കുന്നത്? നമ്മുടെ ഫ്ലോട്ടിംഗ് ഗ്യാസ് യൂട്ടിംഗ് ഗ്യാസ് എന്ന് വേണ്ട പോലെ എല്ലാം ഉണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള രീതിയിലുള്ള ആർക്കൈൻ ഓവർസീസിനെല്ലാം മോടിച്ച്, ആർക്കൈൻ ഓവർസീസിന് കൊടുത്ത പൈസ എല്ലാം മോടിച്ചിട്ട് ജോബ് ലോസ് ഇൻഷുറൻസ് എല്ലാം തട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. കള്ളി മുതുകള്ളികളെല്ലാം കൂടെ മുതുകളഞ്ഞു ബിജുപിയും കൂടെ അവരുമാരും എങ്ങാണ്ട് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത എല്ലാം എങ്ങനെയൊക്കെ എഴുതി പാസ്സായി കള്ളന്. ആ കള്ളി പുസ്തകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഉറക്കമായിരുന്നു ജോലിയോടെ. 10ാം ക്ലാസ്സിൽ പോലും പഠിക്കാനെങ്കിലും പുസ്തകത്തിന് മുന്നിൽ 7 മണിയാകുമ്പോഴേ ഉറങ്ങുമായിരുന്നു. അവിടെ 2000 മണിക്കൂർ വന്ന മുതുകള്ളി ബുക്കിന്റെ മുന്നിലോട്ട് എടുത്ത് വെച്ചേച്ച് കിടന്നേച്ച് ഉറങ്ങുന്ന കാണാമായിരുന്നു. അവിടെ മുതുകള്ളിക്ക് ഇങ്ങനെ ഇപ്പൊ കാറ്റുണ്ടാകണമെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നും കുടിച്ച് ഒക്കത്തുള്ളൂ. സൂക്കേടെ ഉണ്ട്. എക്സമാരിക്ക് അവിടെ കോപ്പി അടിച്ച് കൂടിപ്പോയതാ സെന്റ് മേരീസിൽ. എഴുതിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ മുതുകള്ളി. പണ്ടേ ഒരു കള്ളിയാ മുതുകള്ളിയെ കാട്ട്. കാർഡ്ബോർഡെ മുഴുവൻ എഴുതിക്കൊണ്ട് പോകുമായിരുന്നു അവിടെ ജോലി. ഫയലേൽ ആൻസറെല്ലാം എഴുതിക്കൊണ്ട് പോകുന്ന മുതുകള്ളി. നമുക്ക് പഠിക്കാനല്ല നേരം എഴുത്തായിരുന്നു ജോലി. ഇങ്ങനെ ഡാപ്പേഴ്സായിരുന്നു ജോലി. ഡാപ്പേഴ്സിൽ പോയ കള്ളി അവിടെ പുസ്തകത്തിന് മുന്നിൽ മുടക്കമായിരുന്നു നമുക്ക് ജോലി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പുസ്തകത്തെ മുന്നിലോട്ട് തലേനോട്ട് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും. അതിപ്പം പൈസക്കിപ്പം അവർക്ക് ഇങ്ങനെ കണ്ടവരെ കൊന്നും പിടിച്ചൊക്കെ നടക്കണം. ചെല്ലമുള്ളിയെ കൊന്നവരൊന്നും നടക്കുക എല്ലാവരെയും കൊന്നു തിന്നാനായിട്ട് നടക്കുന്ന മെഡിക്കൽ മാഫിയൊക്കെ ആയിരിക്കും. പഠിത്തമല്ലായിരുന്നു നമുക്ക് ജോലി. പുസ്തകത്തിന് തലേനോട്ട് വെച്ചേച്ച് കിടന്ന് ഉറക്കമായിരുന്നു നമുക്ക് ജോലി. മുതുകള്ളിക്ക് ജോലി. കുറെ ഡാപ്പ എഴുതിയതവിടെ ഞാൻ കണ്ടിട്ടുണ്ടോ. ഡാപ്പ എഴുതിക്കൊണ്ട് പോകുന്നവള് ഒരു കാർഡ്ബോർഡിലും ഫയലിലും എല്ലാം ഡാപ്പ എഴുതിക്കൊണ്ട് പോവുക. ചുണ്ട എഴുതിക്കൊണ്ട് പോവായിരുന്നു അവിടെ ജോലി. എക്സമാവിക്ക് സെന്റ് മേരീസ് വിളിപ്പിച്ചു മോള് ഡാപ്പടിക്കരുത്, മോള് കോപ്പി അടിക്കാൻ എങ്ങാണ്ടൊരു ഘട്ടം വരുമ്പോ കൊച്ചിലെ ക്രിമിനലായിരുന്നു. ഉള്ളൊരു ക്രിമിനലാണെന്ന് കണ്ടു പോകുന്ന കണ്ടാലറിയാം ക്രിമിനലാണെങ്കിലും. ക്രിമിനലുണ്ടോ പന്നച്ചാ? മനുഷ്യർക്ക് ജീവിക്കണ്ടേ ക്രിമിനൽ കാരണം. $2,37,000 അവിടെ മോട്ടിച്ച് മുതുകള്ളി.
ഡാപ്പടിയാണ് 10ാം ക്ലാസ്സിലൊക്കെ ഉറങ്ങുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ 7 മണിക്ക് ഉറങ്ങുമായിരുന്നത്. ഇതുപോലെ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്നാണ്ട് അവിടെ മക്കളും അങ്ങനെ തന്നെ. അവിടെ മക്കള് രാവിലെ എണീക്കത്ത് പോലും ഇല്ല. രാവിലെ എണീറ്റാൽ പോലും എണീക്കാത്ത കുറെ മക്കളാവുള്ളൂ. എങ്ങാണ്ട് രമാടിക്ക് അവിടെ തൊഴിലല്ലേ രസമുണ്ട്. അവിടെ അമ്മ മതിരി കഴിയുമ്പോൾ മക്കള് വേരി ചാടുമെന്ന് പറയും. ഇവിടെ കിടന്ന് ഉറങ്ങി 7 മണിക്ക് ഉറങ്ങുമെങ്കിൽ അവന്മാര് 5 മണിക്ക് വൈകിട്ട് ഉറങ്ങും. ഇവിടുത്തെ അവന്മാര് ആ ഇളയകണ്ണിന് ഒന്നും അറിയത്തില്ല. ഇളയകണ്ണിന് ഒരു കുന്തോ അറിയത്തില്ല. ഇളയകണ്ണിന് നമുക്ക് പെൻസിൽ പിടിക്കാൻ പോലും അറിയത്തില്ല. ഇളയകണ്ണിന് അവിടെ ഇളയകണ്ണിന് പെൻസിൽ പിടിക്കാൻ പോലും അറിയത്തില്ല. 1 2 ഒക്കെ ആയിരുന്നു. പെൻസിൽ പിടിക്കാൻ പോലും ഒക്കെ അറിയത്തില്ലായിരുന്നു. അതുപോലെ വേറൊരു രത്നമാവിന്റെ ഒരു അനിയത്തിയുണ്ട്. ഏറ്റവും അനിയത്തി ജലജയുടെ ഒരു മൂത്ത മോനുണ്ടാവും. അവൻ പുസ്തകം പോലും വായിക്കത്തില്ല. ജലജമ്മാവിക്ക് ഇങ്ങനെ വഴി നടത്തും. വായി തലച്ചുണ്ട് എങ്ങാണ്ട് നാളിപ്പട്ടിയൊക്കെ അതുമാർക്ക് ഇപ്പൊ നമ്മുടെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നു നമ്മുടെ പുറകിന്. അക്ഷരം പഠിക്കത്തില്ല. ഒരക്ഷരം നടക്കുക കളി. ഏഴാമണിക്കോട് ഉറങ്ങുമായിരുന്നു. അതുപോലാണ് മക്കള്. അയ്യോ എനിക്ക് 6 മണി തൊട്ട് വിളി തുടങ്ങും. 5 മണി തൊട്ട് ഏഴായാലും എണീക്കത്തില്ല. 7 മണിയായാലും എണീക്കത്തില്ല. നമ്മുടെ തൊഴിൽ തന്നെ. നമ്മുടെ തൊഴിലല്ലേ പറ്റുള്ളൂ. ഇവിടെ അമ്മ മതിരി കഴിയുമ്പോ മക്കള് വേരിയാടുന്ന പറയുന്നത് ശരിയാ. ഇവരുടെ ഇപ്പോഴുള്ള പന്ന ക്വാളിറ്റീസ് എല്ലാം മക്കൾക്ക് 10 ഇരട്ടിയായിട്ട് കിട്ടും. 10 ഇരട്ടിയായിട്ട്. അതേപോലെ ഒരു ക്രിമിനലിനെ കാണാൻ കിട്ടത്തില്ല. ജോളി മോള് നടക്കുക. കൂടത്തായി ജോലിയുടെ കൂടെ നടക്കുകയില്ല. അടിക്കും നമ്മുടെ കയ്യിലോട്ടൊക്കെ. അതിന്റെ രോഗം കൂടി വരുന്നു. രോഗം കയ്യിലോട്ട് ക്രയോഡേറ്ററും അടി. എന്താ പറയാ ഫ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ചു വെക്കുന്നതും ഫ്ലോട്ടിംഗ് ഗ്യാസ് വയറിലോട്ട് അടിക്കുന്നു. ഫ്ലോട്ടിംഗ് ഗ്യാസ് അതിന്റെ രോഗം. ഫ്ലോട്ടിംഗ് ഗ്യാസ് സമയം അടിക്കുന്നു നമ്മുടെ വയറിലോട്ടൊക്കെ. വയറ് വീർപ്പിക്കലും എന്തുവന്നാ രോഗം? വയറ് വീർപ്പിച്ചിട്ട് ഫ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വയറ് വീർപ്പിച്ചിട്ട് എന്തുവന്നാ രോഗം?